സലീം കുമാറൊക്കെ വരാമെന്ന് ഫസ്റ്റ് തന്നെ വിളിച്ച സമയത്ത് സലീം കുമാർ പറഞ്ഞത് പൈസ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൈസ ഇല്ല, ഞങ്ങൾ ഇതുവരെ ആരും പൈസ വാങ്ങിയിട്ടല്ല ഞങ്ങൾ ഇതിന് വന്നിട്ട് ഗസ്റ്റായിട്ട് അല്ല അവാർഡ് വിന്നറായിട്ട് വരുന്ന പൈസ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് ഞങ്ങൾ അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ നിങ്ങൾ കോഴിക്കോട് നിന്ന് ആരെങ്കിലും വിളിച്ച് അനുസ്മരിച്ചോളൂ, ഞങ്ങൾ ഇവിടുന്ന് അനുസ്മരിച്ചോളാം, പൈസ ഉണ്ടെങ്കിൽ ഞാൻ. സലീം കുമാർ നമ്മളെ എന്താ പറയുക ഈ സംഘടന നന്ദിയില്ലായ്മ സത്യമായിട്ട് പിന്നെ കാരണം അതിൽ കുറച്ച് അന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ദിലീപിനെ മാത്രമാണ്. ദിലീപ് മാത്രമാണ് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടല്ലാണ്ടാണ് ഈ ഒരു കാര്യം അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്താൽ പറ്റും. പക്ഷെ അതിനെതിരെയും കുറെ പ്രവർത്തനങ്ങൾ പുള്ളിക്കെതിരെ നടക്കുന്നുണ്ട്. കാരണം അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത് AK സത്താർ എന്ന ചലച്ചിത്ര സംവിധായകനും വിജയരാജ് എന്ന ഞങ്ങളുടെ തന്നെ ഒരു പഴയ പത്രപ്രവർത്തകനാണ്. രണ്ടുപേരും മലയാളത്തിൻ്റെ ഒരു സുഹൃതം ചെയ്ത നടൻ, അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും നല്ല സ്വഭാവ നടൻ കൊച്ചിൻ കനീഫ എന്ന നടൻ്റെ അദ്ദേഹം മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സമിതി രൂപീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മലയാള സിനിമ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം തന്നെ വർക്ക് ചെയ്ത അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ മറന്നോ എന്നൊരു സംശയം ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിനെ അനുസ്മരിക്കുന്ന ഒരു സംഘടന രൂപീകരിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇരുവരും. അതിൽ ഞാൻ ആദ്യം സത്താർ സാറിനോട് ചോദിക്കുകയാണ്. സർ, ഞാൻ ഈ തുടക്കത്തിൽ ഇപ്പോൾ സംസാരിച്ചതുപോലെ കൊച്ചിൻ ഖനീഫ എന്ന ഒരു മനുഷ്യസ്നേഹിയായ മലയാള സിനിമകളുടെ ഏറ്റവും നല്ല സ്വഭാവ നടൻ, ഒരു സമയത്ത് അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും നല്ല വില്ലനും ഒക്കെ ആയിരുന്നു. ഇത്രയും പ്രഗത്ഭനായ ഒരു നടന്റെ അകാലത്തിലെ മരണം, അദ്ദേഹത്തിന് ഒരു 40 വയസ്സ് കഴിയുമ്പോഴാണ് തോന്നുന്നു വിവാഹമൊക്കെ കഴിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ സ്വന്തം ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്ന നിരവധി കഥകളല്ല, സംഭവങ്ങളാണ്, ശരിക്കും നടന്ന കാര്യങ്ങളാണ്. ആ അവസരത്തിൽ ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കിയ മലയാള സിനിമയിലെ ആരൊക്കെയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തിയവരെ ഒന്ന് ഓർത്ത് പറയുന്നു? താങ്കൾ തുടക്കം മുതൽ ആ കുടുംബത്തോടൊപ്പവും ഖനീഫയുടെ ഈ കൊച്ചിൻ ഖനീഫ എന്ന നടന്റെ പേരിൽ രൂപീകരിച്ച ഈ സംഘടനയുടെ ഭാഗവുമാണ്. എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? ആരൊക്കെയാണ് ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നത്? ആരൊക്കെയാണ് സഹായിച്ചത് മലയാള സിനിമയിലെ? അല്ല, അതെനിക്ക് നേരിട്ട് ഈ അവരുമായിട്ടൊന്നും ബന്ധമില്ലെങ്കിലും അനീഫയുടെ ഭാര്യയായിട്ട് ഒരു ബന്ധമുണ്ട്. നമ്മൾ ഈ സമിതി രൂപീകരിച്ച സമയത്ത് അവരെ പോയി കാണുകയും അവരോട് അനുവാദം ചോദിക്കുകയും ചെയ്തു. അവരെനിക്ക് എഴുതി തരികയും ചെയ്തു, ഇങ്ങനെ ചെയ്തോളാൻ വേണ്ടിയിട്ട് എഴുതി തരികയും ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ അവരുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അവർ മലയാള സിനിമയിൽ അനീഫക്ക മരിച്ച സമയത്ത് പലരും സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് സഹായങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ദിലീപാണ് അവരെ ഇപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. കാരണം അവരുടെ കുട്ടികൾ വളരെ ചെറുതായിരുന്നു, ഒരു 5 വയസ്സൊക്കെ പ്രായമുള്ള സമയത്താണ്, കുട്ടികളുടെ ആ ഒരു ഏജിലാണ് പുള്ളി മരിക്കുന്നത്. ആ ഒരു പ്രായം മുതൽ കുട്ടികളുടെ ഇപ്പം ഒരു 15 വർഷമായി പുള്ളി മരിച്ചിട്ട്. അപ്പോൾ ഒരു 10, 20, 21 വയസ്സിലെത്തി നിൽക്കുന്ന ആ കുട്ടികളുടെ ചിലവും കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്യുന്നത് ദിലീപാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതെ. ദിലീപ് സാമ്പത്തികമായിട്ടും പിന്നെ അവർക്ക് വരുമാനം ഉണ്ടാകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ഒരു ടാക്സിയോ അങ്ങനെ എന്തോ ഏർപ്പാടാക്കി കൊടുത്തിട്ട് അതിൻ്റെ വരുമാനം കൊണ്ട് അങ്ങനെയാണ് കേട്ടത്. പിന്നെ അവരുടെ സഹോദരൻ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് കേട്ടത്. അതായത് അനീഫ്കയുടെ സഹോദരൻ ഒക്കെ പിന്നെ ഒരു ചേട്ടത്തെ അമ്മ എന്നുള്ള നിലയ്ക്ക് അവരുടെ സ്വന്തം മക്കളിനുള്ളത്, ചേട്ടൻ്റെ മക്കൾ തന്നെ സ്വന്തം മക്കളിനാണ്. അവരൊന്നും അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അറിവ് കേട്ടിടത്തോളം. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ കൊച്ചിൻ ഖനീഫ എന്ന നടനെ ഈ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ നോക്കിയില്ല എന്നൊക്കെ ഈ പുറത്ത് പറയുന്നത് കേൾക്കുന്നത് ശരി തന്നെയാണ്? അതെ, ശരി തന്നെയാണ്. ഇപ്പോൾ കുടുംബത്തിനെ നോക്കില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഓർക്കാനും ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നത്. കാരണം ഒരുപാട് പേരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. കാരണം അനീഫൊക്കെ മരിച്ച സമയത്ത് പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഞാൻ
ഒരു നേരം ഭക്ഷണം കഴിച്ചത് അനീഫ്ക്കയുടെ ആയതുകൊണ്ടാണ്, എന്നെ ഹെൽപ്പ് ചെയ്ത അനീഫ്ക്കായിരുന്നു ഒക്കെ ഒരുപാട് പേര് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ സമിതി ഉണ്ടാക്കുന്നത് കോഴിക്കോട്ടെ പ്രഗത്ഭരായിട്ടുള്ള മാമുക്കോയ, നടൻ മാമുക്കോയ, അതേപോലെ PV ഗംഗാധരൻ, ഇങ്ങനെയുള്ള നാരായണ നായർ, ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ കൂടെ ചേർന്നുകൊണ്ടാണ് അവരുടെയൊക്കെ ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ സമിതി ഉണ്ടാക്കുന്നത്. അതിനെ ഇവിടെ അനുസ്മരിക്കുക. കാരണം എനിക്ക് മദ്രാസിൽ ഞാൻ സിനിമയിൽ കൊച്ചിൻ ഹനീഫ മെമ്മോറിയൽ സൊസൈറ്റിയാണ്. അപ്പോൾ ഈ അനീഫ്ക്കായിട്ട് ഞാൻ സിനിമയിൽ ചാൻസ് തേടി നടക്കുന്ന കാലത്ത് മദ്രാസ് എന്നുള്ളൊരു ബന്ധമാണ്. കാരണം പുള്ളി അങ്ങനെ ഒരു സഹായം എനിക്കും ചെയ്തു വെച്ചാൽ കയറിയിരിക്കാനും സംസാരിക്കാനും ഉള്ള സന്മനസ് കാണിച്ചു എന്നുള്ള. കാരണം അദ്ദേഹം എവിടെ കിടക്കുന്നു, നമ്മളൊന്നും അല്ലാത്തൊരു കാലത്ത് നമ്മളെ ഇരുത്തി സംസാരിക്കാനും നമുക്കൊരു ഗ്ലാസ് വെള്ളം തരാനും ഉള്ളൊരു സന്മനസ് കാണിച്ചൊരു വ്യക്തി എന്നുള്ള നിലക്കാണ്. പുള്ളി മരിച്ചപ്പോൾ അങ്ങനെ ഒരു നമ്മളൊരു അദ്ദേഹം അനുസ്മരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണെന്നുള്ള നിലക്കാണ് തുടങ്ങിയത്. പക്ഷേ ഈ പറഞ്ഞ പല വ്യക്തികളും അന്ന് തന്നെ നടൻ മാമുക്കോയ എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ കാണുന്ന പോലല്ല, ഇനി ഇങ്ങനെ പ്രോഗ്രാമിനൊന്നും വിളിച്ചാലൊന്നും ആരും വരില്ല, അവർ ക്യാമറയ്ക്ക് മുമ്പിൽ വാചാലരാകും, പക്ഷേ കാര്യത്തോടെ അടുക്കുമ്പോൾ അവർ വരില്ല. അതെനിക്ക് അനുഭവമായി. നടൻ ജയറാമിനെ നമ്മളൊരു പ്രോഗ്രാമിന് വിളിച്ചിരുന്നു. അപ്പം പുള്ളി അത് വിളിച്ചത് ശരിക്കും PVG ആണ്. PVG കൊണ്ടാണ്, PVG ആയിരുന്നു അന്ന് വിളിച്ചിരുന്നത്. PVG വിളിച്ചപ്പം വരാൻ സാറെന്നൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു, ഓക്കെ ആയി. അപ്പോൾ ആ സമയത്ത് തന്നെ PVGയുടെ നമ്മൾ അബ്ദുള്ളക്ക് ഉണ്ട്, KTC അബ്ദുള്ള പറഞ്ഞിരുന്നു, അവർ വരാൻ സാധ്യതയില്ല സത്താർ, എനിക്കറിയാവുന്നതാണ് ഇവരൊക്കെ സ്വഭാവം, അത് പ്രതീക്ഷിക്കേണ്ടതാണ്. അതേപോലെ തന്നെ സംഭവിച്ചു. പുള്ളി പ്രോഗ്രാമിനോട് അടുപ്പിച്ച് അവർ സമയമായ സമയത്ത് വിളിച്ചപ്പം പുള്ളി പറഞ്ഞു, എനിക്കൊരു തെലുങ്ക് പടം ഉണ്ട്, അത് ഇല്ലെന്നാണ് ഞാൻ കരുതിയത്, അങ്ങനെ പറഞ്ഞ് അവരൊഴിവായി. അതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. പക്ഷേ ഇത് ഞങ്ങളിപ്പം 15 വർഷത്തെ അനുസ്മരണം, അവാർഡ് 14 വർഷമായി. ഇപ്പം നടത്തിയത് 15ാമത്തെ അനുസ്മരണമാണ്. എല്ലാ വർഷവും അനുസ്മരണം നടത്തും. അവാർഡിനായിട്ട് നമ്മൾ ചില വർഷങ്ങളിൽ വലുതായിട്ട് നടത്താറുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അനുസ്മരണമായിട്ട് ആണ് ചെയ്യാറ്, അവാർഡായിട്ട് ചെയ്യാറില്ല. അവാർഡായിട്ട് ചില സമയത്ത് മാത്രം നമുക്ക് അനുകൂലമാകുന്ന സാഹചര്യം വരുന്ന സമയത്ത് മാത്രമേ അവാർഡിനായിട്ടായിട്ട് നടത്താറുള്ളൂ. അത് ഇപ്രാവശ്യം ഞങ്ങൾ മാധ്യമ അവാർഡ് കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൃശ്യമാധ്യമം ആണ് ഫസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയത് ഇപ്പോൾ. കാരണം ഇതുവരെ നമ്മൾ സിനിമാ മേഖലയായിരുന്നു. അപ്പോൾ ഈ വർഷം മുതൽ നമ്മൾ ഷോർട്ട് ഫിലിം, പിന്നെ അതേപോലെ ആൽബം, ഇങ്ങനെ കയറി വരുന്ന ഒരു പുതിയ ആളുകളെ ഒരു അവർക്കൊരു പ്രോത്സാഹനം ആ ഒരു നിലക്കാണ് ഞങ്ങൾ ഇത് തുടങ്ങി. കാരണം നമ്മൾ ഈ ബൈലോയിൽ തന്നെ പറഞ്ഞത് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, അവശരായിട്ടുള്ള ആളുകളെ സഹായിക്കുക, സിനിമാ മേഖലയിൽ നിന്ന് ഇതായിട്ടുള്ള. പക്ഷെ നമ്മൾ സാമ്പത്തികമായിട്ട് ഇതിൽ ആരും ഒരു ഏബിളായിട്ടുള്ള ആളുകളില്ല. മാത്രമല്ല ഇതിൽ നമ്മൾ സാമ്പത്തികം വരവുമില്ല സാമ്പത്തികം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇല്ല, അച്ചടി മാധ്യമത്തിന് ഇപ്രാവശ്യം കൊടുത്തില്ല. നമ്മൾ ദൃശ്യമാധ്യമം എന്നുള്ള നിലക്കാണ് നമ്മൾ കൊടുത്തത്. അച്ചടി മാധ്യമം അല്ല, പുള്ളി അല്ല, ഓൺലൈൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നുള്ള നിലക്കാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. മാത്രമല്ല പുള്ളി ഒരു ഈ സത്യത്തിന് നേരെ നിൽക്കുന്നൊരു എന്നുള്ള നിലക്കാണ്. കാരണം അത് മാത്രമല്ല, പണ്ട് കാലഘട്ടത്തിൽ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ മഞ്ഞപത്രം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പറയപ്പെടുന്ന വലിയ മാധ്യമ മുതലാളിമാർ വരെ മഞ്ഞപത്രം എന്ന് എഴുതി തള്ളിയ ആ വാർത്തകൾ തന്നെയാണല്ലോ ഇന്നത്തെ എല്ലാവരും ചർച്ചയ്ക്ക് എടുക്കുന്നത്. ആ മഞ്ഞപത്രം പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ അവർക്ക് ചർച്ച ചെയ്യേണ്ടതും അവർ സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നതും ആണെന്നുള്ളത്. അതെ അതെ അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കക്കാരെന്നുള്ള നിലക്കാണ് പുള്ളിക്ക് ഐക്കൺ ഓഫ് ദി ട്രൂത്ത് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു വാർത്തകളുടെ ചകഞ്ഞു കൊണ്ടുവരുന്ന, അതായത് മൂടി വെക്കപ്പെട്ട പല വാർത്തകളും പുറത്തു കൊണ്ടുവരാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തി എന്നുള്ള നിലക്കാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു മാധ്യമ അവാർഡ് കൊടുക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ട ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് പുള്ളിക്ക് ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇദ്ദേഹത്തിന്റെ കുടുംബം എവിടെ താമസിക്കുന്ന? ഈ കൊച്ചിയിലാണെന്നാണ് അറിവ്. കൊച്ചിയിലാണ്. അതെ അതെ അതെ. അവര് 1-2 പ്രോഗ്രാമിന് അവർ വന്നിരുന്നു. നമ്മള് പ്രോഗ്രാമിന് അവർ അറ്റൻഡ് ചെയ്തിരുന്നു. അത് പിന്നീട് അവർ വിളിച്ചപ്പോൾ അവർക്ക് ഈ നമ്മളധികം പുള്ളി മരിച്ചത് ഫെബ്രുവരി ആയതുകൊണ്ട് കുട്ടികൾക്ക് എക്സാം മാർച്ചിലാണല്ലോ. അപ്പോൾ ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട സമയമായതുകൊണ്ട് വിളിക്കുമ്പോഴവർ വരാൻ പറ്റില്ല എന്ന് പറയാറില്ല. അങ്ങനെ എക്സാം ഉണ്ട്. നിങ്ങൾ ഈ ദൃശ്യമാധ്യമങ്ങളുടെ അവാർഡൊക്കെ ഏർപ്പെടുത്തിയല്ലോ, ഇതിൽ എത്ര പേര് വന്നു അവാർഡൊക്കെ വാങ്ങാൻ? അത് കാരണം ഞാൻ കോഴിക്കോട് സമയത്ത് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്രസ് മീറ്റ് വിളിച്ചിരുന്നു. പ്രസ് മീറ്റ് വിളിച്ച സമയത്ത് നമ്മൾ അവിടെ
മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് അവർ അപ്പം തന്നെ അവിടെയുള്ള മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു, കാരണം നിങ്ങൾ വിഷ്വൽ മീഡിയനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രിൻറ്റിംഗ് മീഡിയ എന്തുകൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ചു? അതെ അതെ അതെ. ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഇത്തവണ നമ്മൾ വിഷ്വൽ മീഡിയയും അടുത്ത തവണ നമ്മൾ പ്രിൻറ്റ് മീഡിയയും നമ്മൾ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഇതായത്. എന്നിട്ട് അവിടെ മീഡിയ അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് എല്ലാ പത്രക്കാരും ഇതേമാതിരി തന്നെ ഡോക്ടർ അരുണിനാണ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് അവർ വാർത്തയിൽ കാണിച്ചിരുന്നു. അതേമാതിരി തന്നെ 24-ൻ്റെ, മാതൃഭൂമിൻ്റെ, മനോരമൻ്റെ ഒക്കെ അതേമാതിരി തന്നെ വിഷയം അവർ വാർത്തയിൽ ഉൾപ്പെടുത്തി കാണിച്ചിരുന്നു. പക്ഷേ അതിൽ നമുക്ക് തീരെ റെസ്പോണ്ട് ചെയ്യാത്തത് ആ വാർത്തയിൽ കാണിക്കാന്നല്ലാണ്ട് ഒരു അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ അവാർഡ് സ്വീകരിക്കാൻ അവർ തീർച്ചയായിട്ടും വരണ്ടേ. അതിൽ വന്നത് അവിടെ ധർമ്മടം, ദീപക് ധർമ്മടം, പിന്നെ അതുപോലെ തന്നെ പി വി കുട്ടൻ, കൈരളി ചാനലിന്റെ പി വി കുട്ടനും, പിന്നെ അതുപോലെ തന്നെ TP നന്ദകുമാർ, അദ്ദേഹം 3 പേരാണ് വന്നത്. അതിൽ മാധു വന്നിട്ടില്ല. മാധു പറഞ്ഞത് റിക്വസ്റ്റെങ്കിലും അയക്കാമായിരുന്നു, മുൻകൂട്ടിയിട്ട് ഒരു വിഷ്വൽ. അതായത് ഇപ്പോൾ അയ്യപ്പദാസിന് വരാൻ കഴിയാത്തത് അയ്യപ്പദാസ് ഒരു വിഷ്വൽ അയച്ചത്, ഒരു ഫ്രാക്ചർ പറ്റിയത് കൊണ്ടാണ് ഞാൻ വരാൻ അത്രയും ആഗ്രഹിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. അതേമാതിരി തന്നെ പറഞ്ഞു. ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ അവരോട് വിളിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇവരൊക്കെ കൊച്ചിൻ ഹനീഫയുടെ പേരിലായതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായും വരും, ഞങ്ങൾക്ക് അങ്ങനെ. അപ്പം ഞങ്ങളും അത് പ്രതീക്ഷിക്കുകയാണ്, ഇവരൊക്കെ വരും. അപ്പം ഞങ്ങളത് ഇവരുടെ ഓക്കെ ആയതിനു ശേഷം ഞങ്ങൾ ഇവരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ബ്രോഷറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതേപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ പോലെ നെസ്ലൻ ഇങ്ങനെയുള്ളവർ അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, വരാമെന്ന് പറഞ്ഞു. അതുപോലെ സജി സോമൻ വരാമെന്ന് പറഞ്ഞു. സജി സോമൻ്റെ അത് മാത്രമല്ല, സജി സോമൻ്റെ നമ്മൾ ഈ പ്രോഗ്രാം കലക്കാൻ വേണ്ടിയിട്ട് സജി സോമൻ ഞങ്ങൾ പണ്ട് മുതൽക്കേ, ഞാൻ ക്രൈമിൽ വർക്ക് ചെയ്യുന്ന കാലം മുതൽക്കേ സജി സോമനുമായിട്ട് വളരെ വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ്. അങ്ങനെ ആ വ്യക്തിയെ ഞാൻ ഈ നമ്മളെ ഈ ഇതിലേക്ക് സോമേട്ടനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വലിയൊരു ആദരവ് കൊടുക്കണം എന്നുള്ള രീതിയിൽ സജി സോമന് ഈ തവണ അവാർഡ് അനൗൺസ് ചെയ്തു കൊടുത്തു. അവാർഡ് അനൗൺസ് ചെയ്തിട്ട് സജി സോമനെ അന്ന് രാവിലെ ഞാൻ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം പുറപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങളെ കമ്മിറ്റിയിലുള്ള ആളാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഫോൺ ചെയ്യുകയും പരിപാടീൻ്റെ ഡേറ്റും മാറ്റി വെച്ചിരിക്കുന്നു, അതിനെക്കൊണ്ട് വിജയരാജൻ സാറിന് വിളിക്കാൻ തിരക്കായത് കാരണം വിളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ ആളും പറഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സജി സോമൻ ഈ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അത്ര ആഗ്രഹിച്ചതാണ്. അല്ല, നമ്മളെ കൂട്ടത്തിലുള്ളവരല്ല അത്. ഇത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. കാരണം എനിക്ക് ഗൾഫിൽ നിന്ന് വരെ ഫോൺ വന്നിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് നമ്മളറിയാത്ത ആരൊക്കെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഇത് നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളിത് എന്തിനാണ് നടത്തുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. നിങ്ങൾ അവാർഡ് കൊടുക്കുന്ന ആളുകൾ അതിന് അർഹരാണോ നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ, നിങ്ങൾ ഹനീഫ് ഖയുടെ പേര് ചീത്തയാക്കല്ലേ, ഈ ഹനീഫ് ഖയുടെ പേര് ചീത്തയാക്കല്ലേ നന്നാക്കാണോ എന്നുള്ളത് ഈ 15 വർഷമായിട്ട് സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മേഖലയിലോ ഇദ്ദേഹത്തെ അനുസ്മരിക്കുക, ഇദ്ദേഹത്തെ ഓർമ്മിക്കുക, ഇദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയും ചെയ്ത് ഒരു വ്യക്തി പോലും ഇല്ല. നമ്മളല്ലാതെ, കോഴിക്കോട് നമ്മളല്ലാതെ കേരളത്തിൽ എവിടെയൊന്നുമില്ല. പിന്നെ ചാനലിലുണ്ടാവും, ചാനലിൽ അവരൊരു ഓർമ്മയിലൊരു നിമിഷം എന്നിട്ടൊരു പരിപാടി നടത്താറുണ്ട്. അതല്ലാതെ ഒരു ഇതേപോലെ ഒരു പ്ലേസിൽ ഒരു പ്രോഗ്രാമായിട്ട് കുറച്ച് ആളുകൾ കലാകാരന്മാരെ ആദരിക്കുക അങ്ങനെ ഒന്നും ആരും ചെയ്യുന്നില്ല. അപ്പോഴേ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോഗ്രാം നടത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം, സ്പോൺസറിങ് അങ്ങനെ ആരെങ്കിലും ഒക്കെ പുറത്തുനിന്ന് ചെയ്യാറ്. കാരണം സ്പോൺസർ എന്ന് വെച്ചാൽ അവിടെ ആ പ്രോഗ്രാമിനുള്ള സ്പോൺസർ, നമ്മൾ സ്പോൺസർ എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ടല്ല, നമ്മൾ ഓരോ ഏരിയ നമ്മൾ കൊടുക്കുക. അതായത് സ്റ്റേജ് ചിലർ ചെയ്യും, ഓർക്കസ്ട്ര ചിലർ ഏറ്റെടുക്കും, മൊമെൻ്റോ ചിലർ ഏറ്റെടുക്കും, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതായത് നമ്മൾ ഫണ്ടായിട്ട് വാങ്ങിക്കുന്ന വളരെ വലിയ നടന്മാരെയൊക്കെ സമീപിച്ചിട്ടുണ്ടോ? ഇപ്പൊ മോഹൻലാൽ, മമ്മൂട്ടി? ഇല്ല, അത് അവരുടെ സമീപിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മമ്മൂട്ടിയെ കിട്ടണമെങ്കിൽ നേരിട്ട് കിട്ടില്ല. നമ്മൾ ജോർജ് ചേട്ടന് മെസ്സേജ് അയക്കും, പക്ഷെ അവര് ഒന്നും നോക്കാറില്ല. ഇല്ല, പിന്നെ ആരും അന്വേഷിക്കാറില്ല. പിന്നെ നമ്മൾ കമൽ സാറിന് ഒരു പ്രാവശ്യം കൊടുത്തു, പിന്നെ ലാലിന് കൊടുത്തു. ലാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സിദ്ദീഖ് ലാലിന് അവാർഡ് കൊടുത്തു. തമിഴ്ന്ന് വന്നു, പുള്ളിയൊക്കെ വന്നു. അതുപോലെ തമിഴ്ന്ന് ശരത് കുമാർ വന്നു, ഒരിക്കലും സുരാജ് വെഞ്ഞാറമൂട് വന്നു, പിന്നെ നമ്മളെ സൗബിൻ സാഹിർ വന്നു.
ഇങ്ങനെയുള്ള ആളുകളൊക്കെ പലരും വന്നിട്ട് പക്ഷേ ഈ പറയുന്ന വലിയ 2 അനശ്വര നടന്മാരും ഒരു ചെറിയ ധനസഹായം പോലും ഈ അല്ല, ധനസഹായം നമുക്ക് ചെയ്യേണ്ട, നമുക്ക് പൈസയുടെ ആവശ്യമില്ല. കാരണം നമ്മള് ഇല്ല നമ്മൾ ഈ കുടുംബത്തിന് സഹായിക്കാന്നുള്ളൊരു അതെങ്കിലും ചെയ്താൽ മതി. കാരണം നമുക്ക് ഇതിന്റെ ആവശ്യം ഇല്ല, ഒന്നുമില്ല. കാരണം നമുക്ക് അല്ല, അത് നമ്മള് ഓൾറെഡി മറ്റേ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തെ ഒന്ന് പോയി സംസാരിക്കാൻ ഒരു വേദി പോലും കിട്ടാത്ത ഇവരൊന്നും നമുക്ക് പോയി കാണാൻ പറ്റില്ല. നമ്മൾ ദിലീപിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം ഞങ്ങൾ ദിലീപിനെ ട്രൈ ചെയ്തിരുന്നു, കിട്ടിയില്ല, സമീപിക്കാൻ വേണ്ടി കിട്ടിയില്ല. കാരണം പുള്ളിയോട് 15 വർഷമായില്ലേ? അതെ 15 വർഷം, 15ാമത്തെ വർഷമാണ് ഇപ്പൊ പുള്ളി. 14ാമത് അവാർഡ് നൈറ്റ് ആണ്, 15ാമത് അനുസ്മരണം. ഈ അവാർഡ് നൈറ്റ്, ഇതുവരെയുള്ള അവാർഡ് നൈറ്റും എല്ലാത്തിലും നിങ്ങൾ തൃപ്തരാണോ? ഈ അവാർഡ് ഇപ്പൊ ഈ കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഈ കഴിഞ്ഞാലാണ് ഞങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ. കാരണം വെച്ചാൽ വരാന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ഈ പ്രാവശ്യം വന്നില്ല. അതിന്റെ പേരിൽ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. കാരണം സ്പോൺസർമാർ ഇവരൊക്കെ വരുന്നു പറഞ്ഞിട്ട് ചെയ്യാന്നേറ്റ പലരും അവസാനം എന്ത് ചെയ്ത് വെച്ചാൽ ഇവരൊന്നും വന്നില്ല എന്നുള്ള നിലക്ക് നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം വെച്ചാൽ നമ്മൾ പ്രോഗ്രാം നടത്തിയ സൗണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതൊക്കെ വെച്ചാൽ സ്പോൺസർമാർ അവർ വരും എന്ന് പറഞ്ഞു, ഇവർ വരും എന്ന് പറഞ്ഞു, ആരും വന്നില്ല. ആഷ്മി വരും എന്ന് പറഞ്ഞാൽ ആഷ്മി വന്നില്ല. പിന്നെ അരുൺകുമാർ വരും എന്ന് പറഞ്ഞാൽ അരുൺകുമാർ വന്നില്ല. പിന്നെ നെസ്ലൻ വരും എന്ന് പറഞ്ഞാൽ അവർ വന്നില്ല. സജീവ് സോമൻ വരും എന്ന് പറഞ്ഞാൽ വന്നില്ല. അങ്ങനെ ആർട്ടിസ്റ്റുകളെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇവരൊന്നും വന്നില്ല. അശോകൻ വരും, അശോകൻ വരും എന്ന് പറഞ്ഞാൽ വന്നില്ല. സലീം കുമാറൊക്കെ വരാമെന്ന് ഫസ്റ്റ് തന്നെ വിളിച്ച സമയത്ത് സലീം കുമാർ പറഞ്ഞത് പൈസ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൈസ ഇല്ല, കാരണം ഞങ്ങൾ ഇതുവരെ ആരും പൈസ വാങ്ങിയിട്ടല്ല ഞങ്ങൾ ഇതിന് വന്നിട്ട് ഗസ്റ്റായിട്ട് അല്ല അവാർഡ് വിന്നറായിട്ട് വരുന്ന പൈസ. അതെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് ഞങ്ങൾ അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ നിങ്ങൾ കോഴിക്കോട് നിന്ന് ആരെങ്കിലും വിളിച്ച് അനുസ്മരിച്ചോളൂ, ഞങ്ങൾ ഇവിടുന്ന് അനുസ്മരിച്ചോളാം, പൈസ ഉണ്ടെങ്കിൽ ഞാൻ. നമ്മളെ എന്താ പറയാ ഈ സംഘടന രാംകുമാറും അതേപോലെ തന്നെ രാംകുമാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പൊസിഷൻ, സർക്കാരിന്റെ ഒരു ഉന്നത പൊസിഷൻ, ചെയർമാനുള്ള ഒരു പൊസിഷൻ, ചെയർമാനാണ്, ഗവൺമെന്റ് സാലറി പറ്റുന്ന ആളാണ്. പൈസ ഉണ്ടെങ്കിൽ വരാമെന്ന്. പൈസ ഉണ്ടോന്ന് ഞാൻ പറഞ്ഞു. അങ്ങോട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിന് അവാർഡ് അത് പിന്നെ അരിസി അശോകൻ പറഞ്ഞു എനിക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സംഗതിയായിട്ട് സംസാരിക്കും, ഞങ്ങൾ സ്പോൺസറൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഒരാൾ നമ്മളോട് പറഞ്ഞു ഫ്ലൈറ്റ് ടിക്കറ്റ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ വേറൊരു പടം കമ്മിറ്റ്മെന്റ് ആയിപ്പോയി, ലേറ്റായി, നിങ്ങൾ പറയാൻ ലേറ്റ് ആയതുകൊണ്ട് ആ സമയത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ സമയത്ത് പറയാൻ വെച്ചാൽ ഞങ്ങൾ ഫണ്ട് വെച്ചിട്ട് ചെയ്യുന്നൊരു പരിപാടിയല്ല, നമ്മൾ സ്പോൺസേഴ്സിനെ കണ്ടെത്തിയപ്പോൾ നമ്മൾ ഈ ട്രാവലിങ്ങിന് പറ്റിയൊരു സ്പോൺസറെ കിട്ടണമല്ലോ, അങ്ങനെ അത് എന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറഞ്ഞു. ഏതായാലും എന്റെ മറ്റൊരു സംശയം, ഇപ്പൊ കൊച്ചിൻ ഖലീഫ മലയാള സിനിമയിലെ സ്വഭാവ നടനാണ്. നീണ്ട കാലം, അതായത് മലയാള സിനിമ ചെന്നൈയിലായിരിക്കുന്ന സമയം മുതൽ മലയാള സിനിമയുടെ അല്ലെ മലയാള സിനിമ ഒരുപാട് ആൾക്ക് തമിഴിലും മലയാളത്തിലും അതെ ഇവിടുന്ന് ഒത്തിരി പേര് മോഹൻലാലും തുടങ്ങിയിട്ടുള്ളവർ വരെ ചെന്നൈയിൽ പോയി തമ്പടിച്ച് കിടന്ന് അവിടെ ഇവരെ സോമീസ് ലോഡ്ജിൽ ഇവർ ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞവരൊക്കെയാണ്. അപ്പോ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹം ഈ നമ്മൾ പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തിന്റെ മരണശേഷം അവഗണന ആ കുടുംബത്തെ ഒന്നും അങ്ങനെ ആരും ഉപേക്ഷിക്കാൻ പാടില്ല. അതെ അതെ കുടുംബത്തെ നമ്മളെ അവരുമായിട്ട് ഒന്നും ബന്ധമില്ല, കാരണം നമുക്ക് ഒന്നും ചെയ്യുകയും വേണ്ട, കാരണം നമ്മളതിനു വേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷെ അവർ കുടുംബത്തെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തെ തഴയുന്നത് തന്നെയാണ് അർത്ഥം. അപ്പോ അത് ഒരു വേള നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യം തന്നെയാണ് അല്ലെ. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അത്ര കണ്ട് അദ്ദേഹം സഹായിച്ചിരുന്നവരാണ് എല്ലാവരും തന്നെ. ഒന്നും വേണ്ട, അവർക്ക് താമസിക്കാൻ ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് ഇന്ന് വാങ്ങിക്കുന്ന കോടികളിൽ വെറും ഒരു 10% നീ കൊടുത്തിരുന്നെങ്കിൽ ഒരു കൊച്ചിയിൽ അവർക്കൊരു വീട് ചെയ്യുന്നില്ല. ഇപ്പൊ 10 കോടി 20 കോടിയൊക്കെ പ്രതിഫലം വാങ്ങുന്ന ആളുകൾ അതിന്റെ ഒരു 10% മാത്രം മാറ്റി വെച്ചാൽ മതി. ഈ സൂപ്പർ സ്റ്റാറുകൾ ഇത്രയും ഉണ്ടായിട്ടും ഇപ്പോഴും അവര് താമസിക്കുന്ന കുടുംബ വീട്ടിലാണോ അതെങ്ങനെയാണ്? അല്ല, അവര് വാടകയ്ക്കാണെന്നാണ്, കൊച്ചിയിൽ വാടകയ്ക്കാണ്. ഒരു 2 പെൺകുട്ടികളായിട്ട് ഒരു സ്ത്രീ താമസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 പെൺകുട്ടികൾ, ഒരു ചെറിയ 2 പെൺകുട്ടികളായിട്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇരട്ടകളാണ്. അതെ അതെ 5 വയസ്സുള്ള 2 കുട്ടികളെ പോറ്റിയിട്ട് വലുതാക്കിയിട്ട് 10-15 വർഷം പോറ്റി എടുക്കുക എന്ന് പറഞ്ഞാല് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് മലയാള സിനിമയിലെ നന്ദിയില്ലായ്മ, സിനിമയിലെ നന്ദിയില്ലായ്മ കാണിക്കുന്നുണ്ട്.
കാരണം അതിൽ കുറച്ച് അന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ദിലീപിനെ മാത്രമാണ്. ദിലീപ് മാത്രമാണ് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടല്ലാണ്ടാണ് ഈ ഒരു കാര്യം അത് അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. പക്ഷെ അതിനെതിരെയും കുറെ പ്രവർത്തനങ്ങൾ പുള്ളിക്കെതിരെ നടക്കുന്നുണ്ട്. കാരണം അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തുനിന്നും ശ്രമം. നമ്മൾ തന്നെ പലതും ചെയ്യാൻ ശ്രമിക്കുമ്പം അത് ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാം നടത്താൻ സമയത്ത് കൊച്ചിയിൽ നിന്ന് കോൾ വന്നു, നിങ്ങളെങ്ങനെയാണ് പുള്ളിയുടെ അനിയൻ വിളിച്ചിട്ട് നിങ്ങളെങ്ങനെയാണ് നടത്തുക. ഈ പ്രാവശ്യം ഞാൻ വിളിച്ച പുള്ളി ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പരിപാടിക്ക്. കഴിഞ്ഞ ശരത് കുമാറൊക്കെ വരുന്ന പരിപാടി നമ്മൾ അന്ന് ഇതേപോലെ നടത്താൻ പെട്ടെന്ന് ഈ ഫണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ലയൺസ് ക്ലബ്ബ്, അതേപോലെ കല, അങ്ങനെ കോഴിക്കോട് ഒരു 3 വലിയ ക്ലബ്ബ് സംഘടനകളുണ്ട്, അവരായിട്ട് ടൈപ്പായിട്ട് അവരെ ഏറ്റെടുത്തു ഈ അനീഫ് ഖേടെ പരിപാടി. അങ്ങനെയാണ് നടത്തുക ആ പരിപാടി നടത്തുന്നത്. അതിൻ്റെ സ്പോൺസേഴ്സ് തന്നെ അവരായിരുന്നു. അവരുടെ ക്ലബ്ബുകൾ ഏറ്റെടുത്തിട്ട് അവരുടെ ഒരു പരിപാടിയായിട്ട് അങ്ങനെ നടത്തി. അങ്ങനെയാണ് ശരത് കുമാർ. അതുണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത് സ്പോൺസേഴ്സിനൊന്നും വെച്ചിട്ട് ചെയ്യുന്ന എഫേർട്ട് എടുത്ത് നടത്തുന്ന പരിപാടി കുളം തോണ്ടാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന ആളുകളാണ്. പിരിവുകൾ നടത്താറില്ല. വിഷമമുണ്ട്. നമ്മൾ മാനസികമായിട്ട് മാത്രമല്ല സാമ്പത്തികമായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കിക്കൊണ്ടാണ് ഇത്തരം കൂടെ നിൽക്കുന്ന ചില ആളുകൾ ഇങ്ങനെ പറയും ഞങ്ങൾ അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണ് ചെയ്യാറില്ല. പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു വർഷം മെഡിസിൻ കൊടുത്തിരുന്നു. കുറേ രോഗികൾക്ക് മെഡിസിൻ കൊടുത്തിരുന്നു. അത് എന്ന് വെച്ചാൽ മലബാർ ഉണ്ടല്ലോ, മലബാർ ജ്വല്ലറി. മലബാർ ജ്വല്ലറിയുടെ ഒരു സ്കീമുണ്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ വന്നു ഞങ്ങളൊരു വർഷം മെഡിസിൻ കൊടുത്തോളാം. അങ്ങനെയാണ് ഞങ്ങൾ ഒരു വർഷം ഒരു 10-15 രോഗികൾക്ക് മെഡിസിൻ, സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്ന ഇതൊക്കെ ചെയ്യുന്ന പേരില്ല. ഇതിലിപ്പോ ഈ സർക്കാരിനെ അറിയിച്ച് സർക്കാരിന്റെ ഗ്രാന്റ് കിട്ടാനുള്ള ശ്രമം ഇല്ല, അതിനൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. കാരണം വെച്ചാൽ അതിന് ശ്രമിച്ചു നോക്കുക പറഞ്ഞാൽ അതിന് പിന്നെ ഇതൊക്കെ എടുക്കണം, അതായത് ടാക്സിന്റെ, ഇൻകം ടാക്സിന്റെ ഇതൊക്കെ. അതിന് നമ്മൾ അതിനുള്ള വരവ് ചെലവ് ഒന്നും വരുന്നില്ല നമുക്ക് ടാക്സിന്റെ. അപ്പൊ ആ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നിട്ടില്ല. ഈ കോഴിക്കോട് തന്നെയുള്ള നിരവധി സിനിമ, കോഴിക്കോട് ബേസ് ആയിട്ടുള്ള ചില സിനിമാ താരങ്ങളൊക്കെ ഇല്ലേ, അവരെയൊക്കെ നിങ്ങൾ സമീപിച്ചിട്ടുള്ളതല്ലേ? കോഴിക്കോടുള്ള ഹരീഷ് കണാരൻ എന്ന് പറഞ്ഞ ആ വ്യക്തി പോലും വരാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നില്ല. ഒരു വിളിച്ചിട്ട് സ്വാഭാവികമായിട്ടൊന്നും അല്ല, ഇപ്രാവശ്യം നടന്മാരെ ഞങ്ങൾ കാരണം പുള്ളി വയ്യാത്തോണ്ട് ഞങ്ങൾ വിളിച്ചു, സുഖമില്ലാത്തോണ്ട് വിളിച്ചിട്ട്. ബാബുസ്വാമി സുഖമില്ലാതെ നമ്മള് ഇപ്രാവശ്യം പറഞ്ഞതുപോലും വന്നിരുന്നത്. ഹരീഷ് കണാരൻ എന്ന് പറഞ്ഞ വ്യക്തി നമ്മളെ കോഴിക്കോട്ടുകാരനാണ്. ഈ മേഖലയിലൊക്കെ എന്താ പറയാ ഒരുപാട് ഇപ്പൊ വളർന്നു വന്നേ പാടന്നെ. വിനോദ് കോഴിക്കോടാണ് ഇപ്രാവശ്യം. വിനോദ് കോഴിക്കോട് പുള്ളി നമ്മളെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വിനോദ് കോഴിക്കോട്. നമ്മളെ ഗോഡ് ഫാദറിലെ വില്ലനില്ലേ അദ്ദേഹം നമ്മളെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ പുള്ളിയായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ് ഇപ്പം നമ്മളെ കൂടെ ശരിക്കും ഈ പറഞ്ഞാൽ ഈ ആർട്ടിസ്റ്റുകൾ തന്നെ. നമ്മളെ ഈ കാരന്തൂർ വിജയൻ, ഇവരൊക്കെ പിന്നെ നമ്മളെ ജയരാജേട്ടൻ, അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളൊരു പ്രാവശ്യം ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവരൊക്കെ വരും. അങ്ങനെയുള്ള പിന്നെ അതിൽ എടുത്ത് പറയേണ്ട ഒരു പേരെന്ന് പറഞ്ഞാൽ നമ്മളെ സിദ്ധാർത്ഥ ഭരതനാണ്. സിദ്ധാർത്ഥ ഭരതൻ എന്ന് പറഞ്ഞ ആ വ്യക്തി ഉണ്ടല്ലോ, അവാർഡാണ്. ഞാൻ അങ്ങേയറ്റം അദ്ദേഹത്തിന്റെ പേരിലായതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നു പറഞ്ഞു. ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നാണ് അദ്ദേഹം വന്നത്. ഞങ്ങൾ ബ്രഹ്മയുഗത്തിന് വേണ്ടി സിദ്ധാർത്ഥ ഭരതൻ മമ്മൂട്ടിയെ പോലെ തന്നെ ഈക്വലായിട്ട് ചെയ്തൊരു ക്യാരക്ടർ, നല്ല റോൾ അദ്ദേഹം ചെയ്താണ്. അദ്ദേഹത്തിനായിരുന്നു ഞങ്ങൾക്ക് വരുന്ന ഒരു ഇതായതില്ല. ഞങ്ങൾ വിളിച്ചു, സംസാരിച്ചു, പുള്ളി വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ തിരക്കിനിടയിൽ പറ്റുകയില്ല. പിന്നീട് ഞങ്ങൾ ഏകദേശം പറഞ്ഞാൽ 2 പ്രാവശ്യം വിളിച്ചിട്ടുള്ള പുള്ളിയെ. പിന്നെ അന്ന് രാവിലെ വിളിച്ച സമയത്ത് പുള്ളി പറഞ്ഞു ഞാൻ വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് നിങ്ങളുടെയൊക്കെ ഇപ്പൊ സത്താർക്കയുടെ സാറിന്റെ ഒരു പേഴ്സണൽ കാര്യങ്ങളിലേക്ക്, താങ്കളുടെ സിനിമ സംവിധായകനാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുവരെ 3 സിനിമകൾ 2001 എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്നത്. അനുരാഗം എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൈം ത്രില്ലർ ആയിരുന്നു. അത് ഹീറോ തമിഴിൽ നിന്നായിരുന്നു. അർജുൻ്റെ ഒരു വാനവിൽ എന്നൊരു പടം ഉണ്ടായിരുന്നു, നടൻ അർജുൻ, തമിഴ്. പുള്ളിയുടെ അതിൽ ഒരു സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചൊരു പയ്യുണ്ട്, അവനാണ് ഹീറോ. പിന്നെ നമ്മളെ ബാബുസ്വാമി,
പിന്നെ സുധീഷിൻ്റെ അച്ഛൻ, നടൻ സുധീഷിൻ്റെ അച്ഛൻ സുധാകരേട്ടൻ, പിന്നെ പവിത്രൻ, ഇങ്ങനെയുള്ള ചെറിയ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഒരു സിനിമ. സത്താർ, നടൻ സത്താർ. അത് 2001 റിലീസ് ചെയ്തു. 2000 അത് അത്യാവശ്യം നന്നായിട്ട് പോയിരുന്നു. ഇല്ല, അന്ന് ഫിലിമിൽ ചെയ്ത സിനിമയാണല്ലോ. അന്ന് ഇന്നത്തെ പോലെ ഇതല്ല, അന്ന് ചാനലൊന്നും ഇല്ല, തിയേറ്റർ സിനിമയാണല്ലോ അന്ന്. നല്ല ഓടിയ സിനിമ. അടുത്ത പടം പിന്നീട് ഞാൻ കുറച്ചു കാലം മാറിയിരുന്നു, ഗൾഫിലൊക്കെ പോയിട്ട് കുറച്ച് വന്നു. അതിനുശേഷം ചെയ്യുന്ന 2019 റിലീസ് ചെയ്ത ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞ സിനിമയാണ്. 5 ഇന്റർനാഷണൽ അവാർഡ് ഉണ്ട്. 5 ഇന്റർനാഷണൽ അവാർഡ് കിട്ടി. അത് NLP എന്ന് പറഞ്ഞിട്ടൊരു മനഃശാസ്ത്ര ശാഖ ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പൂർണ്ണമായിട്ടും എൻ്റെ ട്രീറ്റ്മെൻറ്റ് അടക്കമുള്ളൊരു സിനിമയാണ്. അത് യൂട്യൂബിലൊക്കെ ഉണ്ട് സിനിമ, ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞത്. ആ സിനിമയാണ്. അത് ഫുള്ള് പുതിയ ആർട്ടിസ്റ്റുകളായിരുന്നു. അത് ഞങ്ങൾ പുതിയ ആർട്ടിസ്റ്റുകളെ വെക്കാൻ, ഒന്നാമത് മലയാള സിനിമയിലെ ആർട്ടിസ്റ്റുകളെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. അതായത് ചുരുങ്ങിയത് ഒരു 3 വർഷം കാത്തിക്കണം, 2 വർഷം കാത്തിക്കണം. നമുക്ക് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ് വരുന്ന സമയത്ത് സിനിമ ചെയ്യാനാണ് അവർ വരുന്നത്, കാത്തിരിക്കാൻ വരുന്നവരല്ലേ. നമ്മളെ കാത്തിരിക്കാനും നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന ആളുകളില്ല. അപ്പോൾ അവർക്ക് സമയം കളയാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവൈലബിൾ ആകുന്ന ആർട്ടിസ്റ്റുകളെയും അല്ലാത്ത ഈ പറഞ്ഞ പോലെ പുതിയ ആളുകളെ വെച്ച് ചെയ്യുന്നതാണ് നമുക്ക് സേഫും പെട്ടെന്ന്. അപ്പോൾ ബഡ്ജറ്റിൽ നിൽക്കും, നമ്മൾ പറയുന്നത് അവർ കേൾക്കും. മൂന്നാമത്തെ സിനിമ ദി ബ്ലാക്ക് മൂൺ എന്ന് പറഞ്ഞിട്ടൊരു ഹൊറർ മൂവിയാണ്. അത് തമിഴിലാണ് റിലീസ് ചെയ്യുന്നത്. അത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനാണ്. ഷൂട്ടൊക്കെ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഞാൻ കമൽ സാറിൻ്റെ കൂടെ അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നോട് ഇഷ്ടം കൂടാമോ, ശുഭയാത്ര, അങ്ങനെയുള്ള പടങ്ങൾ. പിന്നെ ഒരു 3 പടം ചെയ്തിട്ടുണ്ട്. പിന്നെ സത്യം ദിലീപ് ഉണ്ടായിരുന്നു. എന്നോട് ഇഷ്ടം കൂടാമോ ഒക്കെ ദിലീപ് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഞങ്ങൾ ഈ ബ്രേക്ക് ടൈമിനൊക്കെ, പിന്നെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് മിമിക്രി ഒക്കെ ദിലീപ് അന്ന് കാണിക്കും, നമ്മൾ ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത്. പക്ഷേ അന്ന് പിന്നെ കണ്ടിട്ട് പോലില്ല. ഇവൻ തിരിച്ചറിയ പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാൽ ജോസ് ഉണ്ടായിരുന്നു, ലാൽ ജോസ്, AB, അക്ബർ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ്. സൂര്യവംശിയൊക്കെ മാറിയിരിക്കും, കമൽ സാർ മാറിയിരിക്കും. അപ്പോൾ നമ്മൾ വേറൊരു ടീമായിട്ട് കോളേജ് സബ്ജക്റ്റ്. ലാൽ ജോസിനും അറിയാമെന്ന് തോന്നുന്നില്ല, കാരണം പിന്നീട് ഞാൻ സിനിമയിൽ സജീവമല്ല. ഒന്നാമത് ഞാൻ സിനിമയെ ഡിപ്പെൻഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഇവരോടൊന്നും കാല് പിടിക്കാനൊന്നും പോകാത്തത്. കാരണം ഇവരില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. സിനിമ ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ്. അല്ല, വിദേശത്തുണ്ട്, ഇവിടെ ഉണ്ട്, അഡ്വർടൈസിങ് മേഖലയിലുണ്ട്. അതെ, അഡ്വർടൈസിംഗ് ആണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു സിനിമയുടെ പണിപ്പുരയിലാണ്. അതെ, പുതിയൊരു സിനിമ ഉണ്ട്. അതേപോലെ വടക്കമ്പാട്ട് ബേസ് ചെയ്തിട്ടൊരു സിനിമ ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പില്ല. അതിനൊരു സബ്ജക്റ്റ് ഒക്കെ റെഡി. കൊച്ചിൻ ഖനീഫയെ മലയാള സിനിമ മറക്കുമ്പോൾ നിങ്ങളിങ്ങനെ അത് ഓർക്കുന്നത്, അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണ്. വിജയരാഘവന്റെ കാര്യം പറയുമ്പോൾ താങ്കൾ ക്രൈം നമ്മുടെ സാറിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പത്രപ്രവർത്തകനാണ്. ഒരു 10-18 വർഷം ഉണ്ടായിരുന്നു. പിന്നീട് ഈ പറയുന്ന സംഘടനയിൽ വരികയും അതിനെ തുടർന്ന് ഇപ്പോൾ ഒരു പത്രം തന്നെയുണ്ട്, ന്യൂസ് സിറ്റി മെട്രോ എന്ന പത്രത്തിന്റെ കോഴിക്കോട് തന്നെയുണ്ട്. അപ്പോൾ നന്ദകുമാർ സാറിനോടൊപ്പം ആ സാറിന്റെ ഒരു പീക്ക് ടൈമില് അല്ലേ? അതെ. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്നത് ഒരുപാട് വലിയ ഇന്നത്തെ മീഡിയാസ് ഒക്കെ ഒരുപാട് ആളുകൾ നന്ദകുമാർ സാറിൻ്റെ അടുത്ത് വന്നിട്ട് മാധ്യമപ്രവർത്തനം എന്താണ് എന്ന് ശരിക്കും പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെ ക്രൈം നന്ദകുമാറിൻ്റെ അടുത്ത് വന്നിട്ട് തന്നെയാണ് പഠിച്ചത്. ഈ കൊച്ചിൻ ഖനീഫയുടെ പേരിലുള്ള അവാർഡ്, അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കഥ കേട്ടു. അത് നന്ദകുമാർ സാറിനെ ശരിക്കും ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ്. അതെ, അദ്ദേഹത്തിന് എത്രയോ 3-4 ദിവസം നന്ദകുമാർ സാറിൻ്റെ കൂടെ അനീഫ് ഖാൻ വന്നിട്ട് ആ വേഷം, അദ്ദേഹത്തിൻ്റെ ആ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ട്, സ്റ്റൈലൊക്കെ മനസ്സിലാക്കിയിട്ട്, അതെ, ആ ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് ആ സിനിമ. ശരിക്കും നന്ദകുമാർ എന്ന ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത് ഇനിയിപ്പോൾ ഞങ്ങൾ ഈ അടുത്ത വർഷം മുതൽ വെറും അനുസ്മരണം മാത്രമാക്കി ഒതുക്കാനുള്ള പരിപാടി. കാരണം ഇനി അവാർഡ് കൊടുക്കാൻ, സിനിമാക്കാരെ വിളിച്ചിട്ട് അവാർഡ് കൊടുക്കാന്നുള്ളൊരു പരിപാടി നമ്മൾ ഇനി വേണ്ടാന്ന് വെച്ചു. കാരണം വെച്ചാൽ നമുക്ക് ഒന്നാമത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇവർ വരില്ല, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് ഇവരെ കിട്ടില്ല. അല്ല, അത് തീർത്തും നിങ്ങൾ അങ്ങനെ തന്നെ പറയണം. ഇത് ഈ പരിപാടിക്ക് മുന്നെയോ അല്ലെങ്കിൽ പരിപാടിക്ക് മുന്നേ ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഇത്തരത്തിൽ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ച അവാർഡ് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ പലരെയും അവജ്ഞയും അവഹേളനവും സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് കൊച്ചിൻ ഖനീഫ എന്ന നടനെ ഓർക്കുക, അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് തന്നെ പറയണം, അറിയിക്കില്ല. ഇനി അങ്ങനെ ചെയ്യണം. ഇനി അഥവാ വരികയാണെങ്കിൽ നമ്മൾ വല്ല ഈ ചെറിയ ഷോർട്ട് ഫിലിമാർക്കും ഒക്കെ പ്രോത്സാഹനം കൊടുക്കാൻ
വളർന്നു വരുന്നവർ, കാരണം ആ അവസരത്തിൽ അവർക്ക് നേരം ഉണ്ടാവും, അവർ കാണും. കാര്യം ഒരു പരിധി കഴിഞ്ഞ് വലുതായി കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണ്. കാശ് ചോദിക്കാന്ന് പറഞ്ഞാല് ഈ അതും പ്രത്യേകിച്ചിട്ടും ഈ അനീഫ്ഖന്റെ ഒരു പ്രോഗ്രാമിനാണ് കാശ് ചോദിക്കുന്നത്. നടന്റെ മുമ്പിൽ 7 അയലത്ത് നിൽക്കാൻ പോലും ആ മഹത് വ്യക്തിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു നടന ഒരു നടൻ മാത്രമല്ലല്ലോ, ഒരു പ്രഗത്ഭനായ സംവിധായകൻ, നല്ല എത്ര നല്ല സിനിമകളുള്ള സിനിമ അതായത് സൗത്ത് ഇന്ത്യൻ സിനിമ രംഗത്ത് മറക്കാൻ പറ്റാത്തൊരു, കാരണം പുള്ളിയുടെ വീട്ടിൽ ഞാൻ മദ്രാസിൽ പോയ സമയത്ത് കാണുന്നത്, പുള്ളിയുടെ സിറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് കരുണാനിധിയുടെ വലിയൊരു ഫോട്ടോ ആണ് പുള്ളിയുടെ വീട്ടിൽ കാണുന്നത്. വലിയൊരു അത്രയും ബന്ധമായിരുന്നു കരുണാനിധിയൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ രജനീകാന്ത് ആരുമായിട്ടും വലിയ ബന്ധമായിരുന്നു. അപ്പം നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ വിളിക്കുന്ന തമിഴ് സിനിമ രംഗത്ത് വിളിച്ചാൽ നമുക്ക് അനുഭവം കൊണ്ട് അറിയാം. ശരത് കുമാറൊക്കെ വന്നത് അങ്ങനെയാണ്. ഒന്നുമില്ല, പുള്ളിക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കൊടുത്തു, ഇവിടെ ഒരു റൂം ശരത് കുമാർ എന്ന് പറഞ്ഞ അവരൊക്കെ വന്നിട്ട്. ഏതായാലും മലയാള സിനിമ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ മലയാള സിനിമ മറക്കില്ല. മലയാള സിനിമയിൽ അദ്ദേഹം കൈപിടിച്ചു കൊണ്ടുവന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ഒരിക്കലും അദ്ദേഹത്തിന്റെ പൊക്കത്തിനൊപ്പം നിൽക്കാൻ യോഗ്യതയില്ലാത്ത പലരെയും പരിഗണിച്ച് കൂടെ നിർത്തി കൊണ്ടുപോയ ആ നടനെ, ആ വലിയ നടനെ കൊച്ചിൻ ഖനീഫയെ മലയാള സിനിമ മറന്നുപോകും 15 വർഷം പിന്നിടുമ്പോൾ എന്നാണ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് മലയാള സിനിമയ്ക്ക് ഒരു പ്രോത്സാഹനം, വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു പ്രോത്സാഹനം എന്ന രീതിയിലൊക്കെ ഇറങ്ങിത്തിരിച്ച ഈ സുമനസ്സുകൾ, അവരുടെ ആ വലിയ മനസ്സിന് നമുക്ക് ഒരു വലിയ നന്ദി അവരോട് നമുക്ക് രേഖപ്പെടുത്താം. ഏതായാലും ഈ ഒരു അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ അവാർഡ് എന്നത് നിങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹിതമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അനുസ്മരണം അനുസ്മരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മനസ്സിൽ പുള്ളി മരിച്ചിട്ടില്ലല്ലോ, അദ്ദേഹം മരിച്ചിട്ടില്ല, മലയാള സിനിമയ്ക്കും അദ്ദേഹം മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ 15 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രേംനസീർ പോലും മരിച്ചിട്ട് ഇപ്പൊ ആരും അനുസ്മരിക്കുന്നതായിട്ട് കേട്ടുകളില്ല. അദ്ദേഹത്തിന് ഒരു നല്ല ശവകുടീരം പോലും ഇല്ല. നല്ല ശവകുടീരം പോലും ഇല്ല. അതിപ്പോ നമ്മൾ ഈ പറയുന്നുണ്ടല്ലോ, ഈ ഇപ്പൊ നിലവിലുള്ള ഈ സ്റ്റാറുകളായാലും ആരായാലും ഇതേ അനുഭവം തന്നെയാണ് അവർക്കുണ്ടാവുക. കാരണം 1-2 വർഷം കഴിഞ്ഞ് ഇവരൊക്കെ ഉണ്ടാവില്ല. പണത്തിന്റെയും ലൈം ലൈറ്റിൽ നിൽക്കുന്നതിന്റെയും ഒക്കെ ഒരു കാലം കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ, ഈ പറയുന്ന കൊച്ചിൻ ഖനീഫയോട് കാണിക്കുന്നതൊക്കെ ഇപ്പൊ പ്രേംനസീറിനെ പോലൊരു വലിയ നടന്റെ അനുഭവം നമ്മുടെ ഈ പണം ചോദിക്കുന്നവർ ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാ മലയാള സിനിമയിൽ ഈ അടുത്തിടയ്ക്ക് സുരേഷ് കുമാർ ഒക്കെ പറഞ്ഞത് താരങ്ങൾ ഒരു ദാക്ഷിണ്യമില്ലാതെയാണ് ഇതൊക്കെ കാണിക്കുന്നത്. സത്യമാണ്. കാരണം വെച്ചാൽ ഇവര് രോഗം കൊണ്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലും പണം 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 എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇല്ലാത്തവരുണ്ട് സാർ. ഏതായാലും സത്താർ സാറിനും നമ്മുടെ തന്നെ കുടുംബാംഗമായ വിജയരാജേട്ടനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനിയും നിങ്ങൾ ഇത്തരത്തിലുള്ള ഖനീഫയ്ക്ക് പിന്നെ മറക്കരുത്. ഖനീഫയ്ക്ക് നമുക്ക് എനിക്ക് കഴിയുമെങ്കിൽ അടുത്തൊരു ചടങ്ങ് എന്നെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കോഴിക്കോട് വരുന്നതാണ്. ഇത്തവണ എനിക്ക് സാർ അവാർഡ് വാങ്ങാൻ പോകുന്നു പറഞ്ഞു. നമുക്ക് ബൈ ഒഫീഷ്യലി പണികളായതുകൊണ്ട് സാറ് മിണ്ടാതെ വന്ന് അവാർഡ് മേടിച്ചെങ്കിൽ വരും. ഞങ്ങളടുത്തൊക്കെ പറഞ്ഞില്ല, പലരും ജനങ്ങളിൽ ഭയങ്കര സപ്പോർട്ട്. കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അനീഫ്ക്കയുടെ കാര്യം എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ എന്തിനു ചെല്ലുമ്പോഴും ആളുകൾ ഓക്കെയാണ്. അല്ല, ഏതായാലും അങ്ങനെയുള്ള സുമനസ്സുകൾ ഏതിനും ഒരു മറുവശവും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തൽക്കാലം നമ്മൾ ഈ ഞങ്ങളുടെ സംസാരം അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് മറ്റു വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും കാണും.